എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഈ മോളുടെ ഈ ഒരു പാട്ടും അതനുസരിച്ച് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് കൈ വിടർത്തിയുള്ളതൊക്കെ കണ്ട് എന്തൊരു ഗ്രേസാ ഇവിടെ ഇരുന്ന് കാണാൻ. അപ്പൊ നമുക്ക് എപ്പോഴും ഈ ഒരു ഗ്രേസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുഖത്തും ഒക്കെ ഉണ്ടാവണം. സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് അതൊരു, ഞാൻ സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 10 സ്ത്രീകളുടെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ പോയിട്ട് വരുമ്പോൾ ഒരുപാട് എനർജിയാണത് എന്നിലേക്ക് ആവാഹിക്കുന്നത്. ഇപ്പോൾ ഈ മോള് പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. സ്ത്രീകളുടെ ശത്രു ആരെന്ന് ചോദിച്ചാൽ കുറച്ചു പേരൊക്കെ ഇവിടെ ഇരുന്ന് പറയുന്ന സ്ത്രീകളാണെന്ന്. ഒരിക്കലും ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. കാര്യം 8 ജില്ലകളിൽ ആയിരക്കണക്കിന് സ്ത്രീകളുടെ അല്ലെങ്കിൽ 5000-ഓളം സ്ത്രീകളുടെ പേഴ്സണൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അവരുടെ സന്തോഷവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കിയ ഒരു സ്ത്രീ എന്ന നിലയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്ത്രീക്ക് ശത്രു സ്ത്രീ മാത്രമാണെന്നൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് നമ്മൾ പറഞ്ഞ് ശീലിച്ച ഒരിതാണ്. ആ കാലമൊക്കെ ഒരുപാട് മാറി. സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരുപാട് കൂട്ടായ്മകൾ, നേരത്തെ ശ്രീവിദ്യ മാഡം പറഞ്ഞതുപോലെ കുടുംബശ്രീ, ബാക്കി ഒരുപാട് ഇപ്പോൾ വിനോദയാത്രയ്ക്ക് വേണ്ടി സ്ത്രീ കൂട്ടായ്മകൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീകൾ പരസ്പരം സഹായിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മൾ കേട്ട് ശീലിച്ചത് ഇതാണ്, എല്ലായിടത്തും സ്ത്രീക്ക് പാരസ്ത്രീയാണെന്ന്. അല്ല, ഒരുപാട് പുരുഷന്മാർക്ക് അസൂയയും അസഹിഷ്ണുതയും ഉള്ള പുരുഷന്മാർ ഔദ്യോഗിക തലത്തിലും പൊതുജീവിതത്തിലും വീടകങ്ങളിലും ഉണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു വരുമ്പം പഴിയെല്ലാം സ്ത്രീകൾക്കാണ്. അതുപോട്ടെ, നമ്മുടെ ഈ പ്രോഗ്രാം എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് മാത്രമേ ഈ പ്രോഗ്രാം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ നടത്തുന്നുള്ളൂ. ഞാൻ കോട്ടയത്ത് നിന്ന് ഇപ്പോൾ ട്രാൻസ്ഫർ ആയി വന്നൊരു ഓഫീസറാണ്. അവിടെയൊന്നും ഇത് കാണാറില്ല. വളരെ ഭംഗിയായിട്ട് ഇപ്പം ശ്രീവിദ്യ മാഡം ഒക്കെ അത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു സ്വാഗതം പറഞ്ഞു നിർത്തുന്നതിനേക്കാളും മാഡം നേതൃത്വം കൊടുക്കുന്നതിന് ഉപരി മാഡം അതിൽ ഭാഗഭാക്കായി അവര് കൂടെ ഡാൻസ് കളിച്ച് ഒക്കെ മാഡം അതിന് എന്താ പറയുന്നത്, അതിൽ പങ്കാളിയായിട്ട് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് നമ്മളിൽ സ്ത്രീകളിൽ ഉണ്ടാക്കുന്നതാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ വളരെ ഒരു നഷ്ടം ഉണ്ടാവും എന്നൊരു മനസ്സാണ് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത്. ഒത്തിരി കാര്യങ്ങൾ സ്ത്രീകളെ ഒരു ഓഡിയൻസ് ആയിട്ട് കിട്ടുമ്പോൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാനുള്ളൊരു വേദി കൂടിയാണ് ഇത്. അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മൾ സ്ത്രീക്ക് വാസയോഗ്യമല്ലാത്ത ഒരു നാടല്ല ഈ ലോകം, നമ്മുടെ നാട്. നമുക്ക് പല കാര്യങ്ങളിലും പുതിയതായിട്ട് നമ്മൾ ശീലിച്ചു വന്ന ശീലങ്ങൾ മാറ്റുമ്പോഴുള്ള ഒരു വൈക്ലഭ്യം മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പ്, പൊതു ഇടം എൻ്റേതും എന്നും പറഞ്ഞിട്ട് 2019 മുതൽ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. രാത്രികാലങ്ങളിൽ നമുക്ക് നടക്കണം. അപ്പോൾ ഒരു ഇൻഹിബിഷനും ഒരു അതിരുകളും ഇല്ലാതെ സ്വതന്ത്രമായി സുരക്ഷിതരായിട്ട് രാത്രിയുടെ ബ്യൂട്ടി, രാത്രിയുടെ സൗന്ദര്യം നുകരാൻ സ്ത്രീക്കും അവകാശമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ രാത്രി നടത്തം ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ നടത്തുന്നത്. അപ്പോൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ജോലി കിട്ടിയ സമയത്ത് ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ പറയും, നിങ്ങൾക്കൊക്കെ ആണുങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ്. അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം വൈകുന്നേരങ്ങളിൽ ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഒരു റോഡിലൊരു തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് അവിടെ നിൽക്കണമെന്ന്. അപ്പൊ അത് 10-20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ് എൻ്റെ ഒരു മോഹമായിരുന്നു. എനിക്ക് തോന്നുന്നു ആ മോഹമൊന്നും ഇപ്പം വലിയ സ്ത്രീകൾ, ബഹുഭൂരിപക്ഷ സ്ത്രീകൾക്കും ഇല്ല. നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം സ്ത്രീകൾക്ക് കൂടി ഉള്ളതാണെന്നുള്ളൊരു ചിന്ത സമൂഹത്തിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്.
പിന്നെ നമ്മുടെ എപ്പോഴും സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അത് വളരെ എന്താ പറയുന്നത്, വളരെ പതുക്കെ നടക്കാറുള്ളൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്, ശീലിച്ചു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമോ കേരളത്തിലോ തിരുവനന്തപുരത്തോ മാത്രമോ അല്ല, നമ്മുടെ ലോക ചരിത്രം തന്നെ നോക്കിയാൽ ഒരുപാട് മുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളും കൂടിയിട്ടാണ് നമ്മുടെ സ്ത്രീകൾ ഇന്ന് ഈ നിലയിലെത്തിയത്. പണ്ട് നമ്മുടെ ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഇല്ലായിരുന്നു. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് വളരെ ഒരു കുറ്റകരമായിരുന്നു, കുടുംബത്തിന് യോജിച്ചതല്ല. അപ്പം അതിനു വേണ്ടി ഒരുപാട് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സതി എന്നൊരു അനാചാരം നമുക്കുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളെ ബാലവിവാഹം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ ഇന്ന് ഈ പൊതു ഇടത്തിൽ അന്തസ്സായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. നേരത്തെ മാഡം പറഞ്ഞതുപോലെ 2 വാക്ക് സമൂഹത്തോട് സംസാരിക്കാൻ നമ്മളെ കേൾപ്പുള്ളവരാക്കിയത് സ്ത്രീയുടെ കൂട്ടായ്മ മാത്രമാണ്. കുടുംബശ്രീ അങ്ങനെ പലമുള്ള, പണ്ട് എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ മഹിളാ സമാജങ്ങൾ ഉണ്ടായിരുന്നു, വായിച്ചു വളരുക എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളിൽ. അപ്പം അങ്ങനെ ഓരോ പടിയായിട്ട് നമ്മൾ മുന്നേറിയതാണ് നമ്മളിവിടെ എത്തിയത്. അപ്പം നമ്മുടെ മുൻപ് നമുക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളതും നമുക്ക് വേണ്ടി പോരാടിയിട്ടുള്ളതുമായ എല്ലാ സ്ത്രീജനങ്ങളുടെയും ത്യാഗോജ്വലമായ ജീവിതപാത നമുക്ക് നന്ദിയോടെ ഇവിടെ ഓർക്കണം. നിങ്ങളെല്ലാവരും കുറച്ചുപേരെങ്കിലും കേട്ടിട്ടുണ്ടാവും സാവിത്രിഭായ് ഫുലെ എന്ന്. അവര് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി ഒരു സ്കൂൾ തുറന്ന ആളാണ് പൂനെയിൽ. അവരുടെ ഒരു ആർട്ടിക്കിളിൽ, അവരെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്, അവർ സ്കൂളിൽ പോകാൻ നേരത്ത് സ്കൂളിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ടീച്ചറായിട്ട് പോകുമ്പോൾ 2 സാരി അവർ ബാഗിൽ കരുതും. കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന വഴി റോഡില് ഇവര് എന്തോ ഒരു മോശം കാര്യത്തിന് പോകുന്നെന്ന് പറഞ്ഞിട്ട് ചെളിയും ചാണകവും ഇവരെ ദേഹത്തൊഴിക്കും. അപ്പൊ ഈ വൃത്തികേടായ ഡ്രസ്സ് വെച്ചിട്ട് അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവര് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടക്കം ഇട്ടത്. ആ തുടക്കത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും സമൂഹം ഇവരെ അധിക്ഷേപിച്ചിരുന്നു. അപ്പം ഓരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കോഴിക്കോടൊക്കെ ഇരിക്കാൻ വേണ്ടി സമരം നടത്തിയിരുന്നു. കാര്യം ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ഒരുപാട് സ്ത്രീകളാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടികളെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ ഇരിപ്പ് സമരം നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ കാലിക പ്രസക്തമായ ഒരുപാട് സമരങ്ങൾ നടത്തി. ഇപ്പോൾ ആർത്തവ സമയത്ത് നമുക്ക് ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ മുന്നേറിയിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സമൂഹം ഒരു താളത്തിൽ വെച്ച് ഒന്നും സ്ത്രീകൾക്ക് കൊണ്ടു തരത്തില്ല. നമുക്കറിയാം, നമ്മുടെ ഒരു സമത്വം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും 73-74 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വേണ്ടി വന്നു. നമ്മുടെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ കിട്ടാൻ. പാർലമെന്റിലും നിയമസഭകളിലും റിസർവേഷൻ, വിമൻസ് റിസർവേഷൻമെന്റിലെ കാര്യം ഇപ്പോഴും നമുക്ക് ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ആരും താളത്തിൽ വെച്ച് നമുക്കൊന്നും കൊണ്ടുതരുന്നില്ല. പോരാടി മാത്രമേ നമ്മൾ മുന്നേറാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ പരിപാടിയുടെ പേര് പറയുന്നത് പോലെ ആ ജ്വാല, മുന്നേറണം എന്നുള്ളൊരു ജ്വാല, സിസ്റ്റർഹുഡ് എന്നൊരു ഫീലിങ്ങും നമ്മളുടെ ഉള്ളിൽ കെടാതെ വച്ചിട്ട് മുന്നേറാനായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഭരണസാരഥ്യം വഹിക്കുന്നത് ഒരു ലേഡി, ഒരു മാഡം ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ പഞ്ചായത്തിൽ ഞാനിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു, ഞാൻ ഉൾപ്പെടെ ഉള്ള സ്ത്രീകൾക്ക് മുട്ടുവേദനയാണ് ഒരു സമയം കഴിഞ്ഞാൽ. അപ്പം പിന്നെ നമ്മുടെ ശരീരത്തിലെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. നമുക്ക് കൈ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം അടുക്കളയിൽ ചെയ്യുന്നു. നമ്മുടെ മൂവ്മെൻറ്റ്, മാഡം പറഞ്ഞു ഞാൻ സ്കൂളിൽ വെച്ച് കളിക്കുകയും ഡാൻസ് ചെയ്യാൻ പാട്ട് ചെയ്യും, അതൊക്കെ എവിടെ പോയെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് മാഡം ഇനീഷ്യേറ്റ് ചെയ്തത് ഈ പഞ്ചായത്തിൽ ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങണമെന്നൊരു സജഷൻ ഞാൻ വയ്ക്കുകയാണ്. ഉണ്ടോയെന്ന് അറിയത്തില്ല. ഒരു ഓപ്പൺ ജിം ആയാലും മതി, നമുക്ക് വരും കുറച്ച് സ്ത്രീകൾ. രണ്ടാമത് എനിക്ക് വേണമെന്ന് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കസിൻ പറഞ്ഞൊരു കാര്യമാണ്.
ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന്. വീട്ടമ്മയാണ്, മഹിളാ പ്രധാന ഏജന്റാണ്. അവള് പറഞ്ഞത് 48 വയസ്സായി, ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല ചേച്ചിന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇത്രയും ജനങ്ങളെ കാണുന്ന ഒരു സ്ത്രീ അവള് കണ്ടിട്ടില്ല. അപ്പൊ മാഡം ഇനീഷ്യേറ്റ് ചെയ്ത് ഒരു ടൂർ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൂർ പാക്കേജ് അത് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകണം. ഒരുപാട് സ്ത്രീകൾക്ക് കൊതിയാണ്. ഞങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ നടന്നു 8 ജില്ലകളിൽ പോകാനുള്ള യാത്രകളിൽ തന്നെ ഞാൻ കണ്ടൊരു, പക്ഷേ അത് കാണാൻ പറ്റാതെ കൊതിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പൊ KSRTC ഒക്കെ അതിലൊക്കെ ഒരുപാട് സ്ത്രീ സൗഹൃദമാണ്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ പഞ്ചായത്തിലെ എല്ലാവരെയും ഇഷ്ടമുള്ളിടത്തൊക്കെ പോവാൻ ഒരു രജിസ്ട്രേഷൻ നടത്തി നമ്മൾ KSRTCയോ പ്രൈവറ്റ് ടൂറോ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാൻ മാഡം ഇനീഷ്യേറ്റ് ചെയ്യണം. മൂന്നാമത്തത്, ഈ കലാ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിൽ കഴിവുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനും വായിക്കാനും ഒരു നല്ലൊരു ലൈബ്രറി, സ്ത്രീ സൗഹൃദ ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട് സ്ത്രീകളെ വായനയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഇനീഷ്യേറ്റീവും മാഡം എടുക്കണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ 3 കാര്യങ്ങളും ഇനി നിങ്ങളുടെ ഭരണസമിതികളിലൊക്കെ ചർച്ച ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം എന്നെ ഈ ചടങ്ങിൽ വിളിച്ചതിൽ. ഇവിടെ പ്രത്യേകിച്ച് മാഡത്തിന്, ശ്രീവിദ്യ മാഡത്തിനും ഈ പഞ്ചായത്തിലെ ഓരോരുത്തരുടെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ കഥാകാരി കവിത മാധവിക്കുട്ടി മിഡിലേജ് എന്നൊരു പോയം നിങ്ങൾ എല്ലാവരും വായിക്കണം. ഒരു സ്ത്രീ, ഒരു മിഡിലേജിലൊരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ കുടുംബത്തിലുള്ളതെന്നുള്ളതല്ല കൃത്യമായിട്ട് എഴുതി വെച്ചൊരു പോയമാണ്, ഒരു ചെറിയ പോയം. മിഡിൽ ഏജിൽ ലാസ്റ്റ് ലൈനിൽ പറയും, ഇറ്റ് ഈസ് ദ ടൈം ടു വേക്കപ്പ് എന്ന്. നമുക്ക് എല്ലാവരും വേക്കപ്പ്, ഉണരാനുള്ള നമ്മുടെ എല്ലാ കഴിവുകളും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ ശ്രമിക്കേണ്ട ഒരു പ്രായമാണ് നമ്മുടെ മിഡിൽ ഏജ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാർക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. മനസ്സ് തളരാതെ ജീവിതത്തിൽ മുന്നേറാനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാക്കാനും നിങ്ങൾക്ക് ശക്തി ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു സോ മച്ച്. മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട കേരള മഹിളാ സൊസൈറ്റി അസോസിയേറ്റ് ഡയറക്ടർ ശ്രീമതി രമാദേവി എൽ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, വാമനപുരം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അഭിമാന ദിവസമാണ്. കഴിഞ്ഞ കുറേ ദിവസത്തെ കഠിനമായ പ്രയത്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ഇവിടുത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം. ഇത് ജനപ്രതിനിധികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തി. സംഘാടകർ മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്നവരായി കൂടി മാറുക എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. സംഘടിപ്പിക്കുന്നവർ സംഘടിപ്പിച്ചാൽ മതി, പങ്കെടുക്കുന്നവർക്ക് പങ്കെടുത്താൽ മതി. പക്ഷെ ഇത് രണ്ടും കൂടി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരുപാട് അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സ്ത്രീയെന്നോ പുരുഷനെന്നോ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നിൻ്റെയും പേരിൽ മാറ്റി നിർത്താതെ ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശങ്ങളാണത്. പക്ഷെ ഏതോ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ആയതിൻ്റെ പേരിൽ ഈ അവകാശങ്ങൾ ലഭിക്കാതെ വന്നപ്പോൾ ആ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നു. പലപ്പോഴും നിയമങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മുടെ അവകാശങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന അവസ്ഥ വരുമ്പോൾ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാവുക. പ്രായമായ ആളുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. അപ്പോൾ അവർക്ക് ആ സംരക്ഷണം കിട്ടാതെ വരുമ്പോഴാണ് പ്രായമായവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഒരു നിയമം, അല്ലേ? കുട്ടികളെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള അവസ്ഥ വരുമ്പോഴാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ അവകാശങ്ങൾ. കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് തന്നെ ഉണ്ട്. ഇന്ത്യ മാത്രമല്ല, എല്ലാ രാഷ്ട്രങ്ങളും ഒപ്പുവെച്ച കരാർ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരുപാട് അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങൾ നിയമമാക്കുന്നതിൻ്റെ ഭാഗമായി നിയമങ്ങൾ തയ്യാറാക്കി അത് അവതരിപ്പിച്ച് അംഗീകരിച്ച് പാസാക്കിയൊക്കെ വരും. ആ പാസാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരവധി സംവിധാനങ്ങൾ വരും. അങ്ങനെയാണ് നമ്മുടെ വിവിധ വകുപ്പുകൾ വരുന്നത്.
ഇപ്പൊ മാഡം ഇവിടെ ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിച്ചു. വനിതാ സംരക്ഷണ ഓഫീസറാണ് തിരുവനന്തപുരം ജില്ലയിലെ. ഇതേപോലെ 14 ജില്ലകളിലും 14 വനിതാ സംരക്ഷണ ഓഫീസർമാരുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ 14 ജില്ലാ വനിതാ ഓഫീസർമാരുണ്ട്. നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ച് ഞാനിത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ സംവിധാനങ്ങളെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കണം. സ്ത്രീയുടെ മുന്നേറ്റത്തിൽ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസമാണ്. അത് കേവലം ഔപചാരികമായ വിദ്യാഭ്യാസമല്ല, അതിനപ്പുറം അനൗപചാരികമായിട്ട് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, നമ്മൾ പല സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കേരളത്തിൽ ഇത്രയും വളരെ ഭംഗിയായിട്ട് വിവിധ വകുപ്പുകൾ വഴി വിവിധ ഉദ്യോഗസ്ഥർ വഴി സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പല പദ്ധതികളെ കുറിച്ചും യഥാർത്ഥത്തെ സ്ത്രീകൾ അറിയുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന കുറെ പോരായ്മകളുണ്ട്. എന്താണ്? ഇതെന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് സഹിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടെന്നും അവ ആരെ സമീപിച്ചാലാണ് നമുക്ക് കിട്ടുക എന്നും ഉള്ള തിരിച്ചറിവാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ആ വിദ്യാഭ്യാസം നേടാൻ ഇവിടെ സുനിത മേഡം പറഞ്ഞു നിർത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വായന. നമുക്ക് ആ വിദ്യാഭ്യാസം ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ തന്നെ നടത്തണം. ആദ്യം സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. സ്ത്രീയുടെ അവകാശങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ത്രീ ആദ്യം അവരാരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ആരും മോശക്കാരല്ല എന്ന്. അല്ലേ? നമ്മൾ സ്വയം ഒന്ന് അന്വേഷിച്ചു നോക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക, ഞാൻ ആരാണ് എന്ന് ഒന്ന് സ്വയം ചോദിച്ചു നോക്കണം എല്ലാവരും. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ തീരെ മോശക്കാരിയല്ല. അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അമ്മ, സഹോദരി, ഭാര്യ, മകൾ, മരുമകൾ, മാമി, കുഞ്ഞമ്മ, ഇങ്ങനെ പോകും. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റിയിൽ ആദ്യം നമ്മൾ പറയേണ്ടത് ഞാൻ സ്ത്രീ എന്നാണ്. അപ്പോൾ ഞാൻ സ്ത്രീ എന്ന് തിരിച്ചറിയുമ്പോഴാണ് സ്ത്രീയുടെ വലിപ്പം അല്ലെങ്കിൽ സ്ത്രീയുടെ നേട്ടം, സ്ത്രീയുടെ ശക്തി തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി സംഭവിക്കും, നമ്മുടെ പരിമിതികൾ എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ശക്തി ഉള്ളത് കൊണ്ട് പരിമിതികളുമുണ്ട്. കുറവല്ല, കുറവെന്നുള്ള വാക്കേ ഉപയോഗിക്കരുത്. കുറവല്ല, പരിമിതിയാണ്. പരിമിതി എന്ന് പറഞ്ഞാൽ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നതാണ്. അല്ലേ? ആ മറികടക്കാനുള്ള ശ്രമമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ആ മറികടക്കലിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് അറിവാണ്. നമ്മൾ ആർജിക്കുന്ന അറിവ്, ഔപചാരികവും അനൗപചാരികവുമായിട്ട് നമ്മൾ നേടുന്ന അറിവാണ് നമ്മളതിനെ തിരിച്ചറിവാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം നമുക്ക് ആസ്വദിക്കാനും എല്ലാത്തിലും പങ്കെടുക്കാനും എല്ലാം നമ്മുടേത് കൂടിയാണെന്ന് മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ കൂടി നമുക്ക് കിട്ടണം. തീർച്ചയായിട്ടും ഈ ജ്വാല എന്ന പരിപാടി അതിനുള്ള നല്ല ഒരു അവസരമാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. ഈ വൈകുന്നേരം ആയില്ല, നിങ്ങൾ 2 മണി ആയപ്പോൾ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടാവും. 2 മണി മുതൽ രാത്രി 12 മണി വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരുമിച്ച് ചേരാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിപാടികളിൽ പങ്കെടുക്കാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു സമയമായിട്ട്, ഒരു അവസരമായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങളുടെ എല്ലാ കലാപരിപാടികളും കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ചെറുതും വലുതുമായ പരിപാടികളിലൂടെ അവതരിപ്പിക്കണം. പ്രസിഡന്റ് പറഞ്ഞില്ലേ, നമ്മൾ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പാട്ടുപാടിയിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടം നടത്തിയിട്ടുണ്ട്, അല്ലേ? എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ എപ്പോഴോ നമ്മൾ മാറ്റിവെച്ചു. നമുക്ക് ആ കഴിവ് നഷ്ടപ്പെട്ടില്ല, നമ്മൾ മാറ്റിവെച്ചു. എന്തൊക്കെയോ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈഡ് ലൈൻ ചെയ്തു, ഓരത്തേക്കാക്കി വെച്ചു. ആ ഓരത്താക്കി വെച്ചതിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആസ്വദിക്കാനും അതിൽ പങ്കെടുക്കാനുമുള്ള അവസരമായിട്ട് ഇത് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. എല്ലാവരും ഈ പരിപാടി തീരുന്നത് വരെ രാത്രി 12 മണി വരെയുള്ള രാത്രി നടത്തത്തിൽ കൂടി പങ്കെടുത്തുകൊണ്ടേ തിരിച്ചു പോകാവൂ എന്നുള്ളൊരു അഭ്യർത്ഥന കൂടെ എൻ്റെ സഹോദരിമാരോടും എനിക്ക് പറയാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആസ്വദിക്കുക, അതിൽ പങ്കെടുക്കുക, എല്ലാവരും സന്തോഷമായിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ശ്രീമതി പിരപ്പങ്കോട് ശാന്ത അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യ അധ്യക്ഷ, പഞ്ചായത്ത് പ്രസിഡന്റ്, എൻ്റെ എല്ലാമായ കൊച്ചുമോള് അവനി തിരി കത്തിച്ചു എന്നറിഞ്ഞതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അതുകൂടാതെ
നമ്മുടെ സ്ത്രീകളുടെ മാനസികമായ സന്തോഷവും അവരുടെ മനസ്സിൻ്റെ പിരിമുറുക്കവും എല്ലാം മാറി വളരെ സന്തോഷവതികളായിരിക്കുന്നു എന്ന് എനിക്കിവിടെ എല്ലാവരെയും കണ്ടപ്പോൾ മനസ്സിലായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ അധികമാക്കുന്നില്ല. കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച സുനിത മാഡം, രമ മാഡം അവരൊക്കെ പറഞ്ഞതും സ്ത്രീകൾക്ക് വേണ്ടി തന്നെയാണ്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആ സദസ്സിലേക്ക് എന്നെയും ക്ഷണിച്ചു വരുത്താൻ ഇതിന് മുൻകൈയെടുത്ത പഞ്ചായത്തിലെ പ്രവർത്തകരും വാർഡ് മെമ്പർമാരും മറ്റ് കലാപ്രേമികളും സ്നേഹികളും സ്നേഹിതന്മാരെ വനിതകളും അമ്മമാരും, വനിതകളായിട്ടാണല്ലോ അമ്മമാരാകുന്നത് അല്ലേ? അപ്പൊ അവർക്കൊക്കെയും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ അധികമൊന്നും സംസാരിക്കാൻ എനിക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ വാമനപുരം എന്ന് പറയുന്നത് എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കമാണ്. പക്ഷെ അന്ന് ഞാൻ ഇത്രത്തോളം കലാകാരിയായി ഉയർന്നിട്ടില്ല. ഞാൻ നാടകത്തിന് വരുന്നത് ഇവിടെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടായിരുന്ന നടീനടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓമന ചേച്ചി നമ്മ മരിച്ചുപോയി, ഭർത്താവ് രവിച്ചേട്ടൻ, പിന്നെ ഒരു ബാലയണ്ണൻ, പിന്നെ ആരൊക്കെ, ഒരു ഭാസ്കര സാറാണ് എന്നെ ഇവിടെ ക്ഷണിക്കുന്നത് നാടകം കളിക്കാൻ. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്താണ് ഞാനിവിടെ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം ഞാൻ എൻ്റെ അമ്മയോടൊപ്പം കുറ്റൂർ ക്ഷേത്രത്തിൽ വന്നിട്ടേ ഉള്ളൂ. അവിടെ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്തുണ്ട്. ആ അമ്മയുടെ വീട് ഇവിടെ അടുത്താണ്. നമ്മുടെ അനൂപ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കലാകാരൻ, ഉയർന്നൊരു കലാകാരനാണ് അനൂപ്. അനൂപിൻ്റെ വീട്ടിലാണ്. അനൂപിൻ്റെ അമ്മ, സ്നേഹമതിയായ ആ അമ്മ ഞങ്ങൾക്ക് വിളമ്പി തന്നിട്ടുള്ള ആഹാരവും അവരുടെ സ്നേഹവും പെരുമാറ്റവും എനിക്ക് ഇന്നും ഓർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വനിതകളുടെ സംഘടന അതിനെന്തൊക്കെ ആമുഖമായി എന്തൊക്കെ വേണം എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനൊരു പ്രസക്തിയില്ല. എങ്കിൽ പോലും സ്ത്രീകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യം വേണം. സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് സുരക്ഷിതമായിരിക്കണം. ഇപ്പോൾ ഉദ്യോഗസ്ഥരെ അകത്തായാലും പുറത്തായാലും, ഓഫീസിലായാലും പുറത്തായാലും ജോലി കഴിഞ്ഞ് വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് ഓടും. എന്തിനാണ്? സ്കൂള് വിട്ട് കുട്ടികൾ വന്നാൽ അവരൊക്കെ ആഹാരം കൊടുക്കണം. പ്രായമുള്ള അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കണം. വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം അടുക്കി പെറുക്കി എല്ലാം ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രാത്രിയാകും. പിന്നെ എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കുക. ഇതാണ്. അതല്ല, സ്ത്രീകൾ പുരുഷന്മാർക്ക് മുന്നിലായിരുന്നു. നമ്മൾ പുരുഷന്മാർക്ക് മുന്നിൽ നിൽക്കണം. അതാണ് നമ്മുടെ ആഹ്വാനം. അത് നമ്മുടെ ആഹ്വാനമാണ്. കാരണം സ്ത്രീ എപ്പോഴും ചവലയാണ് എന്നുള്ള ഒരു തോന്നൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കലാപരമായ വിനോദയാത്രകളും ഇതുപോലുള്ള സംഘടനകളും സംഘടിപ്പിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും അവരോടൊത്ത് സഹകരിക്കുകയും ചെയ്യുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകം ആയിരുന്നു. ഇപ്പം ഇടയ്ക്ക് എനിക്ക് ഞാൻ വരാൻ വൈകിയത് തന്നെ മകൻ വരാൻ വൈകിയത് കൊണ്ടാണ്. കോടതിയിലാണ് അവൻ ജോലി. അവൻ വന്നെങ്കിൽ കാറിലെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ, ബസ്സിലോ ഓട്ടോയിലോ കയറാൻ പറ്റില്ലായിരുന്നു. അത് ഉള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതല്ല, സ്ത്രീകൾ എപ്പോഴും അവരെ സഹകരിപ്പിക്കാനും സംഘടിപ്പിക്കാനും. രാത്രികാലങ്ങളിൽ നമുക്കൊന്ന് യാത്ര ചെയ്യണ്ടേ? രാത്രികാലങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യണം. പുരുഷന്മാർക്ക് മാത്രമാണോ യാത്ര? അതിനെ നമ്മൾ സംരക്ഷിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം പോലെയല്ല. ഞാൻ ആരെയും വഹിക്കില്ല. ഞാൻ ഏത് രാത്രിയും സഞ്ചരിക്കുന്നവളാ. നാടകം കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ സത്യത്തിൽ ഞാൻ വെഞ്ഞാറമുട്ടി ഇറങ്ങിയിട്ട് വയ്യേറ്റ് വരെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോയിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയമില്ല. പക്ഷെ ഇന്ന് എനിക്ക് ഭയമുണ്ട്. ഇന്ന് ഭയമുള്ളത് എന്തെന്ന് പറഞ്ഞാൽ, കറുത്ത കാപാലികന്മാര് കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാതെ പിച്ചി ചീന്തി ഓടയിലേക്ക് എറിയുന്ന കാലമാണ്.
അത് പ്രായമായാലും ചെറുപ്പക്കാരായാലും വനിതകളായാലും കുട്ടികളായാലും അത് നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യമല്ല. ആണോ? അല്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും കരുത്തുറ്റ സ്ത്രീകളായി മുന്നേറണം. അതിന് നമ്മൾ സംഘടിക്കണം. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, അത് വേണ്ടപ്പെട്ട പഞ്ചായത്തിൽ ഇടപെട്ട് അവർ വേണ്ടത് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ MLA ഉണ്ടാവും, അവർ വേണ്ടത് ചെയ്യും. അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുണ്ട്, അവർ വേണ്ടത് ചെയ്യും. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മുടെ മുന്നിൽ. ഒരു വാക്ക് വേണ്ടിയാൽ നിമിഷങ്ങൾക്കകം പോലീസ് അവിടെ എത്തിയിരിക്കും. ആണല്ലോ? ആ നിമിഷം നമുക്ക് സുരക്ഷിതമാണ്. സ്ത്രീ എപ്പോഴും തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷിതയായിരിക്കണം. അതുപോലെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അവർ വീട്ടിൽ പോകുന്നത് വരെ അധ്യാപകർക്കാണ് അതിൻ്റെ മേൽനോട്ടം. ആ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ സ്ത്രീകളെ സംഘടിപ്പിച്ച് അവരെ ആസ്വാദത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുത്താതെ ആസ്വാദനം കൊടുത്ത് ഇതുപോലെ സംഘടനകൾ ഒരുക്കി അവരെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലോ 6 മാസത്തിലോ ഒരു വർഷത്തിലൊരിക്കോ വാർഷികം പോലെയല്ല ഒരു സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രവർത്തിക്കണം എന്നെനിക്ക് പറയാനുണ്ട്. മറ്റൊന്നും എനിക്ക് പറയാനില്ല. എല്ലാം ഇവിടെ പറഞ്ഞ് കഴിഞ്ഞതാണ്, കേട്ടതാണ്. എൻ്റെ നാടക ജീവിതം ഞാൻ 50 വർഷം പിന്നിട്ട് നാടക സ്റ്റേജിൽ നിന്ന് ഇവിടെ അമ്പലത്തിൽ നാടകം കളിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കൂട്ടായ തീരുമാനം, ഒരു കാര്യം സ്ത്രീകൾക്ക് ചെയ്യണം, ഒരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു കൂട്ടായ തീരുമാനം വേണം. ആ കൂട്ടായ തീരുമാനത്തിലാണ് നമ്മൾ ഓരോന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പിറകോട്ട് പോവുകയല്ല, നമ്മൾ തികച്ചും മുന്നോട്ട് നടക്കണം, മുന്നോട്ട് പോകണം. നമ്മൾ ഒരിക്കലും ഒരു സ്ത്രീ ഒരു പുരുഷനും അടിമയല്ല. നമ്മൾ ആ അടിമത്തത്തെ നമ്മൾ വിശദീകരിക്കേണ്ട, ആ അടിമത്തത്തെ നമ്മൾ തള്ളിക്കളഞ്ഞ് നമ്മളായി ജീവിക്കണം. നമ്മൾ എങ്ങനെയാണ് വന്നത് എന്ന് നമ്മളൊന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ആ ഒരു സാഹസത്തിലാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ ഇതിൻ്റെ സംഘാടകർ, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, വാർഡ് മെമ്പർമാരും ഒക്കെ, എൻ്റെ ഇവിടുത്തെ കലാസ്നേഹികൾക്കും ഒക്കെ ഞാൻ നന്ദി ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദനങ്ങൾ. പരിപാടികൾ തുടർന്ന് നടത്തേണ്ടുള്ളതിനാൽ ജനപ്രതിനിധികൾ ആരും തന്നെ സംസാരിക്കുന്നതല്ല. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥികൾക്ക് മൊമന്റോ നൽകി ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട വാമനപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി GO ശ്രീവിദ്യ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി അവനി. അടുത്തതായി ഡോക്ടർ സുനിത. അടുത്തതായി ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ബഹുമാനപ്പെട്ട ഡോക്ടർ സുനിത MP അവർക്ക്. അടുത്തതായി അസോസിയേറ്റ് ഡയറക്ടർ കേരള മഹിളാ സമാഖ്യ സൊസൈറ്റി അസോസിയേറ്റ് ഡയറക്ടർ ശ്രീമതി രമാദേവി L. അടുത്തതായി ബഹുമാനപ്പെട്ട സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ശ്രീമതി പിരപ്പൻകോട് ശാന്ത. നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, കാരണം ഒട്ടനവധി പരിപാടികളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉദ്ഘാടന പരിപാടിക്ക്
ഈ ഉദ്ഘാടന പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെ ICDS സൂപ്പർവൈസർ ശ്രീമതി പ്രഭാ ബാബുവിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ച നമ്മുടെ ശ്രീമതി കിരൺ നാരായണൻ IPS അവർക്കാണ് നന്ദി പറയുന്നത്. അവർക്ക് വാമനപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഭദ്രദീപം തെളിയിച്ച ബഹുമാനിയായ അവനി അവറുകളെ വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി സുനിത MP, നമ്മുടെ വനിതാ സംരക്ഷണ ഓഫീസർ, രമാദേവി L, നമ്മുടെ പ്രോജക്ട് ഓഫീസർ, മഹിളാ സൗഖ്യ സൊസൈറ്റി, പിരപ്പങ്കോട് ശാന്ത, നാടക അവാർഡ് ജേതാവ്, ഇവരെയും വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോമള അവറുകൾ, ബിൻഷ B ഷറഫ്, ശ്രീജ ഉണ്ണികൃഷ്ണൻ, സുനൈദ സലീം, ശ്രീജ രാമചന്ദ്രൻ, ബിനിത കുമാരി, ഗിരിജ വിജയൻ, ശ്രീജ PS എന്നിവർക്കും വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ CDPO ICDS പ്രോജക്ട് ഓഫീസർ ജ്യോതി J അവർക്ക് വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി CDS ചെയർപേഴ്സൺ രമ്യ B അവർക്കും വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്ത നമ്മുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സബീന BB അവർക്ക് വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇനി നമ്മുടെ ഈ പരിപാടിക്ക് വളരെയധികം ചുക്കാൻ പിടിച്ച നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ബിജു സാറിനും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് ശ്രീമതി റാഷിദ RS, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർക്കും വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സർക്കാർ ഓഫീസിലെ ജീവനക്കാരും, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ വിവിധ വകുപ്പുകളിൽ നിന്ന് എത്തിയിട്ടുള്ളവർ, നമുക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുള്ളവർ, ലൈറ്റ്, സൗണ്ട്സ്, പിന്നെ നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി ഇവിടെ നിന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻജിയവറുകൾ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അവർക്കും ഈ വാമനപുരം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും വനിതാ ശിശുവികസന വകുപ്പിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഏറെ തിരക്കിനിടയിലും നമ്മുടെ പ്ലാനിംഗ് ഓഫീസർ നമ്മുടെ പരിപാടികൾ കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട് ബിജു സാറ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തതിന്. ഒപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ, നമുക്ക് പരിപാടി ഒരുപാടുണ്ട്, എന്നാലും നമുക്ക് ഏറെ പ്രിയങ്കരിയായ നമ്മുടെ അവൻ రాజరాణి వాను కావాలయ్యా నువ్వు కావాలి వాను కావాలయ్యా నువ్వు కావాలి താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങ് ഇറങ്ങി വന്നതിന്റെ മെയിൻ കാരണം ഈ ആന്റീനെ കണ്ടുകൊണ്ട് മാത്രമാണ്. കാരണം നിങ്ങളെല്ലാവരും അവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് എണീറ്റിന്ന് കളിച്ചത്. പക്ഷെ ഇത്രയും പേരുടെ ഇടയിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ആൾ ഇരിക്കണോ വേണ്ടേ എന്നുള്ളൊരു ഇതിൽ എന്നിട്ടും നിന്ന് കളിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും നിങ്ങൾ ആരെയും പേടിക്കരുത്. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. വീട്ടിൽ നിങ്ങൾ അടുക്കളയിൽ കിടന്ന് അലക്കണ പെണ്ണുങ്ങളല്ലേ, വെളിയിലോട്ടിറങ്ങി അങ്ങ് സംസാരിക്കും. ഓക്കെ, അപ്പം നമ്മൾ എവിടെയും താഴ്ന്നു കൊടുക്കൂല. ഉറപ്പല്ലേ? താഴ്ന്നു കൊടുക്കൂല. ഒന്ന് ഉറച്ചു പറയോ? താഴ്ന്നു കൊടുക്കൂല. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷം, എല്ലാരെയും കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. തകരാ
പാനം തത്തെ കൂടെ പോകാം. തകതാരാത്തിനം ദിനം തര തകതാരാത്തി ദിനം തര തകതാരാത്തിനം ദിനം തര തകതാരാത്തിനം ദിനം തര ഹാ ഹോ ഹാ ഹോ. പോകല്ലോ കൂട്ടുകാരെ പോകല്ലോ കൂട്ടുകാരെ കോവയ്ക്ക പന്തലില് കളിക്കാൻ പോകാം. കോവയ്ക്ക പന്തലില് കളിക്കാനായി പോകുമ്പോൾ കുട്ടിക്കൂരങ്ങൻ്റെ കൂടെ പോകാം. തകതാരാത്തിനം ദിനം തര തകതാരാത്തിനം ദിനം തര തകതാരാത്തിനം ദിനം തര തകതാരാത്തി ദിനം തര ഹാ ഹോ ഹാ ഹോ ഹാ ഹോ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖ കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖ കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ട് ചിട്ടി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്ത് വെക്കണ പെണ്ണിനെ കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്ത് വെക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആരോമൽ ചേകവരുടെ പെങ്ങളാകും ഉണ്ണിയാർച്ച, അവൾ അങ്കമെട്ടണ വേലയും കണ്ടേ. ആരോമൽ ചേകവരുടെ പെങ്ങളാകും ഉണ്ണിയാർച്ച, അവൾ അങ്കമെട്ടണ വേലയും കണ്ടേ.
കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ, ഒരു തപസിരിക്കണ പെണ്ണിനെ കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. ആലുവ മണപ്പുറത്ത് ശിവരാത്രി മഹോത്സവം കണ്ടേ, ആലുവ പുഴയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. വളരെ മനോഹരമായിരുന്നു. പഞ്ചായത്തിലെ സ്റ്റാഫുകളെ ഒരറിയിപ്പുണ്ട്, നിങ്ങൾക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ നമ്മുടെ ഈ വഴിയമ്പലത്തെ പൊതു ശൗചാലയം അതിൽ വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല. എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ. വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല. എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ. കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്നങ്ങൾ കാണാൻ മറന്ന ജന്മം. വെയിലേറ്റുവാടുന്ന പൂമരച്ചില്ലതൻ തണലേറ്റുറങ്ങുന്ന നേർക്കാഴ്ചകൾ. കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ കനവിന്റെ പാതയിൽ സ്വപ്നങ്ങൾ കാണാൻ മറന്ന ജന്മം. വെയിലേറ്റുവാടുന്ന പൂമരച്ചില്ലതൻ തണലേറ്റുറങ്ങുന്ന നേർക്കാഴ്ചകൾ. കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്ന വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ. വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല. എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ. കനലായി
കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്നങ്ങൾ കാണാൻ മറന്ന ജന്മം വെയിലേറ്റുവാടുന്ന പൂമരച്ചില്ലതൻ തണലേറ്റുറങ്ങുന്ന നീർക്കാഴ്ചകൾ കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്ന വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്നങ്ങൾ കാണാൻ മറന്ന ജന്മം വെയിലേറ്റുവാടുന്ന പൂമരച്ചില്ലതൻ തണലേറ്റുറങ്ങുന്ന നീർക്കാഴ്ചകൾ കനലായി പതിഞ്ഞൊരി കനവിന്റെ പാതയിൽ സ്വപ്ന എരിയുന്ന വയറിന്റെ വിലയൊന്നറി വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ വിശപ്പുള്ള വയറിൻ വികാരത്തിനപ്പുറം ലോകത്തിൽ സാക്ഷിയായേതുമില്ല എരിയുന്ന വയറിന്റെ വിലയൊന്നറിയുവാൻ കാണണം തെരുവോര ജീവിതങ്ങൾ ഏവരുടെയും കണ്ണുകൾ നനയിച്ച ഹൃദയസ്പർശിയായ ഒരു അവതരണം കാഴ്ചവെച്ച കമലകുമാരി ടീച്ചറിന് ഒരുപാട് നന്ദി. അടുത്തതായി മുളവന ഹയർ സെക്കൻഡറി സ്കൂളിലെ ചുണക്കുട്ടികൾ അവതരിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട്. വേദിയിൽ ദുർഗ, അസ്ന, ശിവഗംഗ, ആരതി, ആര്യ, സാവ്യ, അനശ്വര, സജന, ആദിത്യ. തിരുവാറന്മുള വഞ്ചിപ്പാട്ട് പാടിയാലും പാടിയാലും തീരാത്ത പാതാവാരമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതകഥ. ഞങ്ങളിവിടെ പാടുന്നത് അജ്ഞാത കർത്തൃത്വമായ പദാരാധ്യ സ്തുതികളാണ്. പദാരാധ്യപ്പാട്ട് ആറന്മുള ശൈലിയിൽ ഭക്തി ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി 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 തിരുവാറന്മുളനാഥൻ തിരുവാറന്മുളനാഥൻ
കുരിശ് കനിഞ്ഞിടാണ്. ഓ ഓ ഭക്തുദിക്കും തങ്കലാക്കി പത്തുദിക്കും തങ്കലാക്കി പത്തുദിക്കും തങ്കലാക്കി നിൽപ്പവനെ കൈതൊഴുന്നേ. പാലാഴിയിൽ പള്ളി കൊള്ളും പാലാഴിയിൽ പള്ളി കൊള്ളും പാലാഴിയിൽ പള്ളി കൊള്ളും പത്മനാഭ കൈതൊഴുന്നേ. ഭൂതനായ കോല ചെയ്ത ഭൂതനായ കോല ചെയ്ത ഭൂതനായ കോല ചെയ്ത വാസുദേവ കൈതൊഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലും നാടുവാനെ കൈതൊഴുന്നേ. പൈതലെ പരമയോഗി പൈതലെ പരമയോഗി പൈതലെ പരമയോഗി വേദകാമ്പെ കൈതൊഴുന്നേ. പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലെ പേടിയാതെ പാമ്പിന്മേലും നാടുവനെ കൈതൊഴുന്നേ. പാഹി നാരായണ കൃഷ്ണ പാഹി നാരായണ കൃഷ്ണ പാഹി നാരായണ കൃഷ്ണ കനിഞ്ഞിടണേ. പാഹി നാരായണ കൃഷ്ണ പാലിച്ചിടണേ. ഓ ദൈ ദൈ ദഗദ ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി
ഹരി